Hi dear students, good morning. നമ്മൾ ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നൊരു അടുത്തൊരു സെക്ഷനാണ്. നമ്മുടെ ആ ഒരു ഫസ്റ്റ് സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത് പറയാൻ പോകുന്നത് സ്ട്രിങ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഡാറ്റ ടൈപ്സിലൊന്നാണ് സ്ട്രിങ്. ആ സ്ട്രിങ് എന്താണെന്ന് നിങ്ങൾക്ക് പിന്നെ വീണ്ടും ഒന്ന് പറയേണ്ട ആവശ്യമൊന്നും തോന്നുന്നില്ല. അപ്പോൾ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ സ്ട്രിങ്ങിനെ കുറിച്ചുള്ള എന്താണ് സ്ട്രിങ് എന്നുള്ള ആ ഒരു ഇൻട്രൊഡക്ഷനാണ് എഴുതേണ്ടത്. അപ്പോൾ ഞാൻ ഈ അടുത്ത് പറയുന്നത് സ്ട്രിങ് ഓപ്പറേഷൻസാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കിപ്പോൾ നെറ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഓപ്പറേഷൻസ് കാണും. പക്ഷേ നമ്മുടെ ഒരു സിലബസ് ഓറിയൻറ്റഡ് നമ്മൾ പറയുന്ന റെഫറൻസ് ബുക്കിനനുസരിച്ചിട്ടാണ് ഞാൻ ഓപ്പറേഷൻസ് പറയണത്. എല്ലാതും കൂടി പറയുന്നില്ല. മെയിനായിട്ടുള്ള അതായത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന 4 സ്ട്രിങ് ഓപ്പറേഷൻസാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കാം. ഒന്നാമത് എന്ന് പറയുന്നത് സബ്സ്ട്രിങ് ആണ്. സബ്സ്ട്രിങ് എന്ന് പറയുന്നത് സ്ട്രിങ് ഓപ്പറേഷനാണ്. പിന്നെ ഉള്ളത് ഇൻഡെക്സിങ് ആണ്. ഇൻഡെക്സിങ്ങും ഒരു സ്ട്രിങ് ഓപ്പറേഷനാണ്. പിന്നെ കൺകാർഡിനേഷൻ, പിന്നെ അടുത്തത് ലെങ്ത്. ഈ 4 സ്ട്രിങ് ഓപ്പറേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ എന്താണ് സബ്സ്ട്രിങ് എന്ന് നോക്കാം. സബ്സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സസിങ് എ സബ്സ്ട്രിങ് ഫ്രം എ ഗിവൺ സ്ട്രിങ് റിക്വയർസ് 3 പീസ് ഓഫ് ഇൻഫർമേഷൻ. ഒരു സ്ട്രിങ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ സബ്സ്ട്രിങ്, നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ ഗ്രാഫ് ആയാലും സബ് ഗ്രാഫ്, അങ്ങനെ ഒരുപാട് അങ്ങനെയുള്ള സബ്സെറ്റ്, സെറ്റിൻ്റെ സബ്സെറ്റ് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് സ്ട്രിങ്ങിൻ്റെ സബ്സ്ട്രിങ് എന്ന് പറയുമ്പോൾ ഓൾറെഡി തന്നിട്ടുള്ള സ്ട്രിങ്ങിൽ നിന്ന് 3 കാര്യങ്ങളാണ് മെയിനായിട്ട് എടുക്കുന്നത്. ആ 3 കാര്യങ്ങൾ എടുത്തുകൊണ്ട് ചെയ്യുന്ന സ്ട്രിങ്ങിനെയാണ് സബ്സ്ട്രിങ്. അപ്പോൾ ഒരു സ്ട്രിങ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുണ്ട്. ആ സ്ട്രിങ്ങിൽ നിന്നും ആ സ്ട്രിങ്ങിൻ്റെ പേര്, നെയിം ഓഫ് ദ സ്ട്രിങ്, പിന്നെ ആ സ്ട്രിങ്ങിലെ ഫസ്റ്റ് ക്യാരക്ടറിൻ്റെ പൊസിഷൻ, സോറി അവിടെ സബ്സ്ട്രിങ് എന്നാണ്, സ്പെല്ലിങ് വഴി തെറ്റിപ്പോയതാണ് കേട്ടോ, അത് ശ്രദ്ധിക്കാം. പിന്നെ മൂന്നാമതായിട്ട് പറയുന്നത് അതിൻ്റെ ലെങ്ത്ത്. ഈ 3 കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ട് എഴുതുന്നതാണ് സബ്സ്ട്രിങ്. അപ്പോൾ സബ്സ്ട്രിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി തന്ന സ്ട്രിങ്ങിൽ നിന്നും ആ സ്ട്രിങ്ങിൻ്റെ പേര് കോമ ഇട്ടിട്ട് പിന്നെ പൊസിഷൻ കോമ ലെങ്ത്ത്, ഇത് 3 കൂടി എഴുതുന്നതാണ് സബ്സ്ട്രിങ് എന്ന് പറയുന്നത്. അപ്പോൾ സബ്സ്ട്രിങ് ലെങ്ത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാസ്റ്റ് ലെങ്ത്ത് പറയുമ്പോൾ ആ ഒരു എത്ര സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് എത്രയാണോ, അതായത് എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ സബ്സ്ട്രിങ്, അതിൻ്റെ സിൻറ്റാക്സ് ആണ്, ജനറൽ ഫോർമാറ്റ്. സബ്സ്ട്രിങ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്ട്രിങ്ങിൻ്റെ നെയിം, സ്ട്രിങ് നെയിം കോമ, പിന്നെന്താണ് പൊസിഷൻ. പൊസിഷൻ എന്ന് പറയുമ്പോൾ ആ സ്ട്രിങ്ങിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ എന്താണെന്നുള്ളത് കോമ ലെങ്ത്ത്. എഴുതുമ്പോൾ സിൻറ്റാക്സ് എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതുക, സ്ട്രിങ് കോമ ഇനീഷ്യൽ കോമ ലെങ്ത്ത്. അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ എഴുതിയിട്ടുണ്ട്. സബ്സ്ട്രിങ്ങിനെ കാണിക്കാൻ SUBSTR എന്നാണ് എഴുതുക. ബ്രാക്കറ്റിൽ ഇപ്പോൾ S, 4, 7. അതിൽ നമുക്ക് എന്താ മനസ്സിലായി, S എന്നുള്ള സ്ട്രിങ്ങിൻ്റെ പേരും 4 എന്നുള്ളത് അതിൻ്റെ പൊസിഷനും, ആ സ്ട്രിങ്ങിൻ്റെ പൊസിഷൻ എന്താണ്, 4ാമത്തെ പൊസിഷനാണ് എന്നതും 7 എന്ന് പറയുന്ന ആ ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത്തും. അപ്പോൾ അങ്ങനെയാണ് ഒരു സബ്സ്ട്രിങ്ങിനെ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് സബ്സ്ട്രിങ്. ഇനി അടുത്തതായിട്ട് സബ്സ്ട്രിങ് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അടുത്താണ് നമ്മൾ ഇൻഡെക്സിങ് ആണ്. ഇൻഡെക്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡെക്സിങ് ഓപ്പറേഷൻ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് ദ ഫസ്റ്റ് അപ്പിയറൻസ് ഓഫ് എ സ്ട്രിങ് പാറ്റേൺ ഇൻ എ ഗിവൺ സ്ട്രിങ്. തന്ന സ്ട്രിങ്ങിനെ നിന്ന് ഓൾറെഡി സ്ട്രിങ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സ്ട്രിങ് എടുത്തു കഴിഞ്ഞാൽ ആ സ്ട്രിങ്ങിൻ്റെ പൊസിഷൻ ആ തന്ന സ്ട്രിങ്ങിൽ എവിടെയാണെന്ന് മനസ്സിലാക്കലാണ് ഇൻഡെക്സിങ്. Indexing operation is used to find the position of the first appearance of a string pattern in a given string. തന്ന സ്ട്രിങ്ങിലെ ഫസ്റ്റത്തെ പാറ്റേൺ എവിടെയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കലാണ് ഇൻഡെക്സിങ്. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളറിയാം, ഒരു റെക്കോർഡ് എടുക്കുമ്പോൾ നമുക്ക് ഇൻഡെക്സ് പേജ് ഉണ്ടാവും. ഇൻഡെക്സ് പേജിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓരോ കണ്ടൻറ്റും ഏത് പേജിലാണ് ഉള്ളതെന്ന്. അതുപോലെ തന്നെ ഈ തന്ന സ്ട്രിങ്ങിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് ഇൻഡെക്സിങ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരുപാട് സ്ട്രിങ്ങുകൾ ഉണ്ടെങ്കിൽ ആ ഓരോ വലിയ ഒരു കോമൺ ആയ സ്ട്രിങ്ങിൽ ഈ ഓരോ സ്ട്രിങ്ങിൻ്റെയും പൊസിഷൻ എവിടെയാണെന്ന് നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ കഴിയും. അതിന് ആ ഒരു ഇൻഡെക്സ് എന്നുള്ള നിങ്ങൾ അങ്ങനെ ഒരു കമ്പയർ ചെയ്ത് പഠിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ ഓർക്കാൻ കഴിയില്ല. അപ്പോൾ ആ ഒരു പേര് തന്നെ ഉണ്ട്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് പാറ്റേൺ മാച്ച്. അതിന് നമുക്ക് വേറൊരു പേര് കൂടി പറയാറുണ്ട്, പാറ്റേൺ മാച്ചിങ്. പാറ്റേൺ മാച്ചിങ് എന്താണെന്ന് ചിലപ്പോൾ ചോദിക്കാം, ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടോ അല്ലെങ്കിൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ടൊക്കെ ചോദിച്ചെന്ന് വരാം. ഇൻഡെക്സ് ഓപ്പറേഷൻ റിട്ടേൺസ് എ 0 ഇഫ് ദർ ഇസ് നോ സച്ച് പാറ്റേൺ ഈസ് ദാറ്റ് സ്ട്രിങ്. നമുക്ക് തന്ന സ്ട്രിങ്, ഈ ഒരു ഗിവൺ സ്ട്രിങ്ങിൽ നമ്മളെടുത്ത സ്ട്രിങ് എവിടെ ഇല്ല എങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇല്ല, ഒരു മാച്ചിങ്ങും ഇല്ല. അപ്പോൾ അതിനെ നമുക്ക് 0 എന്ന് ഡിനോട്ട് ചെയ്യാം. 0 എന്ന് ഡിനോട്ട് ചെയ്ത് നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മളുടെ കിട്ടിയ സ്ട്രിങ്ങും തന്ന സ്ട്രിങ്ങും തമ്മിൽ ഒരു മാച്ചിങ്ങും ഇല്ല, അതായത് പാറ്റേൺ മാച്ചിങ് ഇല്ല എന്നുള്ളതാണ്. ഓക്കെ.
ഇനി അടുത്തായിട്ട് പറഞ്ഞ മൂന്നാം കൺകാർഡിനേഷൻ. കൺകാർഡിനേഷൻ എന്ന് പറഞ്ഞാൽ കോപ്പിയിങ്. ആ ഒരു മീനിങ്ങിൻ്റെ കൺകാർഡിനേഷൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണ്, കോപ്പിയിങ് എന്നുള്ള അർത്ഥമാണ്, അതായത് കോപ്പി ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കൺകാർഡിനേഷൻ എന്ന് പറയുമ്പോൾ കോപ്പിങ്. ഇപ്പോൾ 2 സ്ട്രിങ് എടുത്ത് S1, കൺകാർഡ് S1, S2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റിലെ സ്ട്രിങ് എഴുതുക, അതിൻ്റെ കൂടെ തന്നെ സെക്കൻഡ് സ്ട്രിങ് എഴുതുക. ഇപ്പോൾ 2 സ്ട്രിങ്ങുകളാണ്, നവംബർ ഒരു സ്ട്രിങ്, ഡിസംബർ എന്നുള്ള മറ്റൊരു സ്ട്രിങ്. നമുക്കറിയാം ക്യാരക്ടേഴ്സ് ആയിരിക്കുമല്ലോ സ്ട്രിങ്. അപ്പോൾ ഒരു കൺകാർഡ് S1 എന്ന് പറയുന്നത് നവംബറും, S2 എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ സ്ട്രിങ് ഡിസംബറും ആണെങ്കിൽ കൺകാർഡ് S1, S2 എന്ന് പറയുമ്പോൾ അതിൻ്റെ ആൻസർ എന്താ വരിക, ഔട്ട്പുട്ട് എന്താണെന്ന് വെച്ച് വെച്ചാൽ നവംബർ, ഡിസംബർ എന്ന് ഒരുമിച്ചാണ്ട് എഴുതി കഴിഞ്ഞാൽ കൺകാർഡ് ചെയ്തു. തിരിച്ച് S2, S1 എന്നാണെങ്കിൽ ഡിസംബർ ആദ്യം എഴുതിയിട്ട് നവംബർ എഴുതുക. അതാണ് കോപ്പിയിങ് ആണ് ഉദ്ദേശം. If A and B are 2 strings, then the concatenation of 2 strings, കൺകാർഡിനേഷൻ ഡോട്ടഡ് ചെയ്യാൻ വേണ്ടി പാരലൽ ലൈൻസ് ആണ് യൂസ് ചെയ്യാറ്. A concord B is the string that consisting of the character of A followed by the character of B. എൻ്റെ കൂടെ തന്നെ എന്തായി അടുത്തതും കൂടി എഴുതും. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു, വേണമെങ്കിൽ ഒന്നും കൂടി പറയാം. S1 എന്ന് പറയുന്നത് നവംബർ എന്നുള്ളൊരു സ്ട്രിങ് NOV, S2 എന്ന് പറയുന്നത് ഡിസംബർ DEC. അങ്ങനെയെങ്കിൽ കൺകാർഡ് S1, S2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് നവംബർ, ഡിസംബർ എന്ന് ഒരുമിച്ച്. ഇതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ. ഇനി അടുത്ത ലെങ്ത്താണ്. ലെങ്ത് എന്നുള്ള പിന്നെ നിങ്ങൾക്ക് ആ പേര് തന്നെ മനസ്സിലായത്. നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ എ സ്ട്രിങ് ഈസ് കോൾഡ് ലെങ്ത് ഓഫ്. അന്ന് സ്ട്രിങ്ങിലെ ക്യാരക്ടറുകളുടെ എണ്ണത്തെയാണ് ലെങ്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. അൽഗോരിതം ഇതിൽ ആവശ്യമില്ല കേട്ടോ. ഇഫ് A ഈക്വൽ ടു ഡിസംബർ എന്നുള്ളൊരു സ്ട്രിങ് ആയതുകൊണ്ടാണ് ഇൻവെർട്ടർ കോമയിൽ ഇട്ടിട്ടുള്ളത്. നമുക്കറിയാം സ്ട്രിങ്ങിനെ ഡിനോട്ട് ചെയ്യാൻ ഇൻവെർട്ടർ കോമയാണ് യൂസ് ചെയ്യുക. ദെൻ ലെങ്ത് എ എന്ന് പറഞ്ഞാൽ സ്ട്രിങ്ങിൻ്റെ പേര്. അപ്പോൾ ലെങ്ത് എന്ന് പറയുമ്പോൾ ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എണ്ണി നോക്കുക. ഓരോ ക്യാരക്ടർ എത്ര ക്യാരക്ടർ ഉണ്ട്? 8 ക്യാരക്ടർ ഉണ്ട്. സോ ലെങ്ത് ഈസ് ഈക്വൽ ടു 8. അപ്പോൾ ഇത്തരത്തിലുള്ള 4 സ്ട്രിങ് ഓപ്പറേഷൻസ് ആണുള്ളത്. 4 പഠിക്കാൻ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.